ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയുടെ 2ാം ദിനത്തിലേക്ക് ദൈവത്തിൻ്റെ റൂഹ നമ്മെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ തലമുറയെ ദൈവഭയത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടെടുക്കുവാൻ സ്വർഗം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ദൈവവിചാരം അറ്റുപോയ ഈ കാലഘട്ടത്തിൽ ദൈവഭയത്തെ വീണ്ടെടുത്ത് അനേകം ജീവിതങ്ങളെ കർത്താവിനോടുള്ള ഭയഭക്തി ആദരവിൽ വളർത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഷെക്കേന ന്യൂസിലൂടെ ഈ ഒരു ശുശ്രൂഷ നമുക്ക് നൽകിയ നമ്മുടെ കർത്താവിനോട് നന്ദിയുള്ളവരാകാം. 14ാം സങ്കീർത്തനം 2ഉം 3ഉം വചനങ്ങളിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. കർത്താവിന്റെ കണ്ണുകൾ നമ്മുടെ ഓരോരുത്തരുടെ മേലുണ്ട്. അവിടെ നിന്നെല്ലാം കൃത്യമായി കാണുന്നു. മനുഷ്യ മക്കളെ എല്ലാം കർത്താവ് നോക്കുകയാണ്. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ? അവിടുന്ന് ആരായുന്നു. ദൈവഭയത്തോടെ ജീവിക്കുന്ന മനുഷ്യർ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് കർത്താവ് അന്വേഷിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിന് വലിയ അർത്ഥമുണ്ട്. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, ദൈവത്തെ തേടുന്ന, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ദൈവഭയത്തോടെ ജീവിക്കുന്ന ജീവിതങ്ങൾ ഈ നാളുകളിൽ ഉണ്ടോ എന്ന് കർത്താവ് ആരായുകയാണ്, കർത്താവ് അന്വേഷിക്കുകയാണ്. വീണ്ടും വചനം എന്താണ് പ്രഖ്യാപിക്കുന്നത്? എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. ഇതാണ് കർത്താവിന്റെ വേദന. സ്വർഗത്തിന്റെ നിലവിളി എൻ്റെ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. എല്ലാവരും ഒന്നടങ്കം വഴിതെറ്റി ദുഷിച്ചുപോയി. ഈ ലോകത്തിന്റെ ദുഷിപ്പിൽപ്പെട്ട് എന്തു വേണമെങ്കിലും പറയാം, എന്തു വേണമെങ്കിലും ചെയ്യാം. എന്നോട് ചോദിക്കാനും പറയാനും ആരും വരണ്ട. ഈ ജീവിതം അത് എനിക്ക് സ്വാതന്ത്ര്യം പോലെ ഞാൻ ജീവിക്കും. എന്നെ തിരുത്തുവാനും ഉപദേശിക്കാനും ആരും നോക്കണ്ട. എല്ലാവരും ഒരുപോലെ ദുഷിച്ചു പോയി എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ഈ കാലഘട്ടത്തെ വീണ്ടെടുക്കുവാൻ സ്വർഗം നമ്മിലാണ് പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ലേ, പലപ്പോഴും ആ വചനം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അവിടുത്തെ ശുശ്രൂഷയ്ക്കായി എൻ്റെ കർത്താവ് എന്നെ നിയമിച്ച് എന്നെ വിശ്വസ്തനായി അവിടുന്ന് കണക്കാക്കി. കർത്താവ് നമ്മളെ വിശ്വസിച്ചിരിക്കുകയാണ്. നമ്മളെ വിശ്വസ്തരായ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. ഈ തലമുറയിൽ ദൈവഭയത്തിന്റെ അരൂപിയെ പകർന്നു നൽകുവാൻ, ഈ കാലഘട്ടത്തെ വിശുദ്ധീകരിക്കുവാൻ, നശിക്കുന്ന അസംഖ്യം ആത്മാക്കളിൽ ദൈവവിചാരം വീണ്ടെടുക്കുവാൻ വളരെ പ്രതീക്ഷയോടെ കർത്താവ് നമ്മെ നോക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിലും സഭയിലും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലെല്ലാം നമ്മൾ ഇന്ന് കാണുന്ന വിവിധങ്ങളായ അപജയങ്ങളുടെയും തകർച്ചകളുടെയും ഒരു അടിസ്ഥാന കാരണം എന്താണെന്ന് നമ്മൾ ഇന്നലെ വചനത്തിലൂടെ ധ്യാനിച്ചു. ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. ദൈവഭയത്തിന്റെ ആത്മാവിനാൽ സഭ ഉണർത്തപ്പെടുവാൻ, ഈ തലമുറ ശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവഭയത്തിന്റെ ആത്മാവിനാൽ പ്രചോദിതരാകുവാൻ ഹൃദയം തുറന്ന് നിലവിളിയോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട നാളുകൾ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:11 കർത്താവിന്റെ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: സഭ മുഴുവനിലും ഇതു കേട്ട എല്ലാവരിലും
വലിയ ഭയമുണ്ടായി. വലിയ ഭയമുണ്ടായി. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, സഭ മുഴുവനിലും ദൈവഭയമുണ്ടാവുകയാണ്. ഇന്ന് കർത്താവിന്റെ സഭയിൽ നമ്മൾ കാണുന്ന പല തകർച്ചകളുടെയും അസ്വസ്ഥതകളുടെയും അനൈക്യത്തിന്റെയും വിഭാഗീയതയുടെയും അനുസരണക്കേടിന്റെയും പല വിധത്തിലുള്ള ദുഷിപ്പുകളും ദൈവനിന്ദാപരമായ പ്രവൃത്തി ദോഷങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? ദൈവഭയം സഭാ മക്കളിൽ നഷ്ടപ്പെട്ടു പോകുന്നു. ഇവിടെ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, സഭ മുഴുവനിലും ദൈവഭയമുണ്ടായി. എന്റെ സഹോദരങ്ങളെ, ഈ ഒരു കൃപയിലാണ്, ഈ ഒരു അഭിഷേകത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. പാപവുമായി നമ്മുടെ കർത്താവിന് യാതൊരു കോംപ്രമൈസുമില്ല. അനനിയാസും സഫീറയും വ്യാജം പറയുകയാണ്. അവർ കർത്താവിനെ പരീക്ഷിക്കുവാൻ ഒത്തുചേരുകയാണ്. കർത്താവിന്റെ ആത്മാവിനെ വഞ്ചിച്ച് അവിടുത്തെ വേദനിപ്പിക്കുകയാണ്. നമുക്ക് തോന്നും വളരെ നിസ്സാരമായൊരു കാര്യമാണ്. എന്നാൽ ആദിമ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിരുന്നു. ഒരു ചെറിയ പാപം പോലും കർത്താവ് അത് കണ്ണടച്ചാൽ ഈ അല്പം പുളിപ്പ് എല്ലാം ആവിനെയും പുളിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ സഭ മുഴുവനിലേക്ക് പതുക്കെ പതുക്കെ അത് വ്യാപിച്ച് സഭ ദുഷിച്ചു പോകും. ആയതിനാൽ ആ പാപത്തെ കർത്താവിന്റെ ആത്മാവ് നേരിടുകയാണ്, ഇടപെടുകയാണ്. അനനിയാസും സഫീറയും അവർ മരിച്ചു വീഴുന്നു. നമുക്കറിയാം ആ സംഭവം. ഇത് കേട്ട സഭ മുഴുവനിലും വലിയ ഭയമുണ്ടാവുകയാണ്. ഇത് മാനുഷികമായ ഭയമല്ല, ദൈവഭയമാണ്. മഹത്വപൂർണനായ കർത്താവിനെ കുറിച്ചുള്ള ആ ഹോളി ഫിയർ, ആ ഹോളി റെവറൻസ് സഭ മക്കളിൽ മുഴുവൻ നിറയുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ആവശ്യം ഈ അഭിഷേകമാണ്. കർത്താവിനോടുള്ള ഭയഭക്തി ആദരവിൽ ദിനംതോറും വളരുവാനുള്ള അഭിഷേകം. ഇന്ന് എന്തൊക്കെയാ നമ്മൾ ഇന്ന് കാണുന്നത്? പരിശുദ്ധ അൾത്താരയെ പോലും മലിനപ്പെടുത്തുമാറുള്ള പലവിധത്തിലുള്ള ലോകത്തിന്റെ വെറിക്കൂത്തുകൾ എവിടെയാ അരങ്ങേറുന്നത്? പരിശുദ്ധ മധുബഹയിൽ ജീവനിലുള്ള ജീവിക്കുന്ന മഹത്വപൂർണനായ കർത്താവ് രാജാവായി എഴുന്നള്ളിയിരിക്കുന്ന പല അൾത്താരകളിൽ പോലും ഇന്ന് ലോകത്തിന്റെ ആഭാസങ്ങൾ അരങ്ങേറുകയാണ്. എന്റെ സഹോദരങ്ങളെ, എന്താ ഇതിന്റെ കാരണം? ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. ദൈവഭയത്തിന്റെ ആത്മാവ് വിട്ടുപോയതാണ് ഈ ആത്മീയ തകർച്ചയുടെ കാരണമെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. ആ വചനം ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിച്ച്, അപ്പോസ്തല പ്രവൃത്തി 5:11. സഭ മുഴുവനിലും ഇതു കേട്ട എല്ലാവരും ഒരുമിച്ച് വചനം ഏറ്റു പറഞ്ഞേ, സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി. സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി. ദൈവഭയമുണ്ടായി. എന്റെ സഹോദരങ്ങളെ, ഈ ആത്മാവിൽ നമ്മൾ നിറയുവാൻ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവേ, സഭയിലേക്ക് ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ സഭാ സമൂഹങ്ങളിലേക്ക്, സമർപ്പിത കൂട്ടായ്മകളിലേക്ക് ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ദേശങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ ദൈവഭയത്തിന്റെ ആത്മാവ് കടന്നു വരട്ടെ. ദൈവഭയത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. എല്ലാ ജനപദങ്ങളിലേക്കും ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവഭയത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഈശോയെ, 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 ഹൃദയം തുറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. സഭ മുഴുവനിലും ദൈവഭയമുണ്ടായി. സഭ മുഴുവനിലും ദൈവഭയമുണ്ടായി. സഭ മുഴുവനിലും ദൈവഭയമുണ്ടായി. ഈശോ, ഈശോ, ഈശോ. ഒരു നിമിഷം നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ആരും മടിക്കേണ്ട. സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ യാചനാപൂർവം തുറന്നു പിടിച്ച്
വിശ്വാസത്തോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ തലമുറയെ രക്ഷിക്കുവാനുള്ള വഴി ദൈവഭയത്തിന്റെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. ഈ കാലഘട്ടത്തെ വീണ്ടെടുക്കുവാനുള്ള വഴി എന്ന് പറയുന്നത് ദൈവഭയത്തിന്റെ ആത്മാവ് ഈ നാളുകളിൽ ശക്തിയോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടി നിലവിളിക്കണം കർത്താവിന്റെ മുൻപിൽ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ സഭയിലേക്ക് വർഷിക്കണമേ. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ ദേശങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് വർഷിക്കണമേ. സഭ മുഴുവനിലും ദൈവഭയത്തിന്റെ ആത്മാവ് നിറയട്ടെ. സഭാ മക്കളിൽ ദൈവഭയം വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ജനപദങ്ങളിലേക്ക് വരണമേ, ലോക ജനതയിലേക്ക് വരണമേ, ഭൂഖണ്ഡങ്ങളിലേക്ക് വരണമേ. ദൈവഭയം നഷ്ടപ്പെട്ടു പോയ എല്ലാ ആത്മാക്കളിലേക്കും ദൈവഭയത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ വെളിപ്പെടട്ടെ. ദൈവഭയത്തിന്റെ അരൂപി എല്ലാവരിലും വ്യാപരിക്കട്ടെ. കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ, വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ വരണമേ, ദൈവഭയത്തിന്റെ ആത്മാവായി വരണമേ, ദൈവഭയത്തിന്റെ ചൈതന്യമായി വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവഭയത്തിൽ വീണ്ടെടുക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വീണ്ടെടുക്കുവാൻ കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ. ഈശോ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇരു കരങ്ങളും കർത്താവിന് മുൻപിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാൽ. തിരുസൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. പരിശുദ്ധരുണ്ട് നിശ്ചയമായും, കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിൽ. സൗന്ദര്യം ദൈവഭയത്തിന്റെ ആത്മാവായി വരണമേ, തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, പരിശുദ്ധാത്മാവേ, കൃപയുടെ ദൈവഭയം ഞങ്ങൾക്ക് നൽകണമേ, ദൈവഭയം നൽകണമേ. ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. ആഗ്രഹത്തോടെ പറഞ്ഞേ, കർത്താവേ കൃപ തരണമേ. ദൈവഭയത്തിന്റെ ആത്മാവിന ഈ തലമുറ വീണ്ടെടുക്കുവാൻ കൃപ തരണമേ. ഒരിക്കൽ കൂടെ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ. ദൈവഭയത്തോടെ ജീവിക്കുവാൻ, ദൈവഭയത്തോടെ ജീവിക്കുവാൻ, ദൈവഭയത്തിന്റെ ആത്മാവിൽ വളരുവാൻ കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. കർത്താവേ കൃപ തരണമേ. ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ, ഈ കാലഘട്ടത്തെ ഉണർത്തുവാൻ കർത്താവേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ.
ചങ്ക തുറന്ന് എല്ലാവരും ഏറ്റുപറഞ്ഞ് കൃപതാ കർത്താവേ, കൃപ നൽകണം കർത്താവേ, കൃപ നൽകണം കർത്താവേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ഈശോയെ. വിശ്വാസത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കേ. ദേശങ്ങളിൽ ദൈവഭയത്തിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. ലോകരാജ്യങ്ങളിലേക്ക് ദൈവഭയത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. അനേകം കുടുംബങ്ങളിലേക്ക്, സമർപ്പിത സമൂഹങ്ങളിലേക്ക് ദൈവഭയത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. സഭ മുഴുവനിലും കാട്ടുതീ പോലെ ദൈവഭയത്തിന്റെ ആത്മാവ് കത്തി പടരട്ടെ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. മക്കൾക്ക് ദൈവഭയത്തോടെ ജീവിക്കുവാൻ ഈശോ ഞങ്ങളുടെ മക്കളിലേക്ക് കൃപ വർഷിക്കേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കൃപ വർഷിക്കുക കർത്താവേ. ഞങ്ങളുടെ സഭയിലേക്ക് കൃപ വർഷിക്കണമേ കർത്താവേ. മക്കൾക്ക് പരിശുദ്ധമേ, ദൈവഭയത്തിന്റെ ആത്മാവിൽ ജീവിക്കുവാൻ ഈ തലമുറയെ ദൈവവിചാരത്താൽ വീണ്ടെടുക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സൗസ്യപിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വളരെ പ്രാധാന്യമുള്ള വചന സന്ദേശമാണ് ഈ ദിനങ്ങളിൽ കർത്താവ് നമുക്ക് നൽകുന്നത്. ദൈവഭയത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്, ദ സ്പിരിറ്റ് ഓഫ് റെവറൻസ്. ഇന്ന് നമുക്കെല്ലാവർക്കും ഏറ്റവും ആവശ്യമായിരിക്കുന്നതും ദൈവഭയത്തിൻ്റെ ആത്മാവിനെയാണ്. ഈ ലോകത്തിൻ്റെ എല്ലാവിധ തകർച്ചകളുടെയും പിന്നിൽ ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. നമ്മുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മകളുടെയും നമ്മുടെ സഭയുടെയും പല അപജയങ്ങളുടെ കാരണം ദൈവഭയത്തിൻ്റെ അരൂപി വിട്ടുപോയതാണ്. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വചനത്തിൽ നമ്മൾ ഇന്നലെ വചനം ധ്യാനിച്ചതാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പ്രവചന വചനമാണിത്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, ദൈവഭയത്തിൻ്റെ ആത്മാവ്. ശ്രദ്ധിക്കണമേ, ദൈവഭയത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ഈ പ്രവചനം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രോമിസാണിത്. തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവഭയത്തിൻ്റെ ആത്മാവ് ആവസിക്കും. തൻ്റെ കുടുംബങ്ങളുടെ മേൽ, തന്നെ സ്നേഹിക്കുന്നവരുടെ മേൽ ദൈവഭയത്തിൻ്റെ അരൂപിയെ താൻ വർഷിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം തരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ സഭാമക്കളെ പഠിപ്പിക്കുകയാണ്. ഫസ്റ്റ് പീറ്റർ, പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വചനം. സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് നിങ്ങൾ ഒരുമിച്ച് ആ വചനം ഉച്ചത്തിൽ ഏക മനസ്സോടെ വായിക്കുക. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ, നമ്മുടെ സഹോദരരെ സ്നേഹിക്കുവിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, ദൈവത്തെ ഭയപ്പെടുവിൻ.
ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിക്കുവിൻ. രാജാവിനെ ബഹുമാനിക്കുവിൻ. കർത്താവിന്റെ വചനം കൃത്യമായി നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തെ ഭയപ്പെടുവിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ എന്ന് പറയുമ്പോൾ ഇത് മാനുഷികമായൊരു ഭയമല്ല സഹോദരങ്ങളെ. എന്താണ് ദൈവഭയം? നമ്മൾ മനസ്സിലാക്കണം. ദൈവഭയം എന്ന് പറയുന്നത് നമുക്ക് പട്ടിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പാമ്പിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന, പെട്ടെന്ന് ശക്തമായി ഇടിവെട്ടും ഇടിമിന്നലും ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനുഷികമായ ഭയമാണോ ദൈവത്തോടുള്ള ഭയം എന്ന് പറയുന്നത്? അല്ല സഹോദരങ്ങളെ, മാനുഷികമായ ഭയമല്ല ഇത്. ദൈവഭയം എന്ന് പറയുന്നത് ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 28-ഉം 29-ഉം വചനങ്ങളിൽ പരിശുദ്ധാത്മാ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനം ഒരുമിച്ച് വായിച്ച്, സുസ്ഥിരമായൊരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന, ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ ഭയഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. എന്താണ് ദൈവഭയം സഹോദരങ്ങളെ? നമ്മുടെ കർത്താവിനോടുള്ള ഭയഭക്തി ആദരവാണ് ദൈവഭയം. a holy fear, വിശുദ്ധമായൊരു ഭയം. കർത്താവിൻ്റെ ആ മഹത്വത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, മഹത്വപൂർണനായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് നമ്മുടെ ആത്മാവിൽ പ്രകാശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഹോളി റെവറൻസ്, പരിശുദ്ധമായൊരു ആദരവ്, കർത്താവിനോടുള്ള റെസ്പെക്ട്, ആ ഭയഭക്തി ആദരവ്, ഇതിനെയാണ് പരിശുദ്ധ ബൈബിൾ ദൈവഭയം എന്ന് പറയുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, തൻ്റെ ജനം പാപം ചെയ്യാതെ തൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാനായി ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോട് എപ്രകാരമാണ് ഇടപെട്ടത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 20-ാം വചനത്തിൽ കർത്താവിൻ്റെ ജീവനുള്ള വചനം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി. എല്ലാവരും ശ്രദ്ധിച്ച്, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുവാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എത്ര ശക്തമായൊരു വചനമാണിത്. അപ്പൊ ദൈവഭയം എന്ന് പറയുന്നത് പാപത്തോടുള്ള വെറുപ്പാണ്, പാപത്തോടുള്ള അകൽച്ചയാണ്, പാപത്തോട് നോ പറയുന്നതാണ്. ദൈവഭയത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ മാത്രമാണ് വ്യക്തിക്ക് വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ജീവിക്കുവാനായി കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടൊന്നും വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. പാപം നിറഞ്ഞ, വക്രത നിറഞ്ഞ, എല്ലാവിധത്തിലുള്ള ദുഷിപ്പും നിറഞ്ഞ ഈ തലമുറയിൽ വിശുദ്ധിയോടെ, ദൈവകൃപയോടെ, ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ ദൈവഭയത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ പൂരിതരാകണം. നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനായി ദൈവഭയം നിങ്ങളിൽ ഉളവാക്കുവാൻ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എത്ര ശക്തമായ വചനമാണിത് എൻ്റെ സഹോദരങ്ങൾ. അപ്പോൾ ദൈവഭയം എന്ന് പറയുന്നത് ദൈവം ശിക്ഷിക്കുമോ എന്നുള്ള പേടിയല്ല, അത് മാനുഷികതയാണ്. ദൈവം എന്നെ നശിപ്പിക്കുമോ, ദൈവം എന്നെ തകർത്ത് കളയോ, ഇതൊക്കെ നമ്മുടെ മാനുഷിക ചിന്തകളാണ്. ദൈവഭയം നമ്മുടെ ദൈവത്തോടുള്ള ആ സ്നേഹത്തിൻ്റെ ഭയഭക്തി ആദരവാണ്. നാം പരിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വചനത്തിൽ മഹത്വപൂർണനായ കർത്താവിനെ അപ്പോസ്തലൻ യോഹന്നാൻ കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാനുണ്ടായ അനുഭവം എന്താ സഹോദരങ്ങളെ? അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ
അവന്റെ കാൽക്കൽ വീണു. അവന്റെ കാൽക്കൽ വീണു. വെളിപാട് പുസ്തകം 1:17 പറയാണ്, ഞാൻ അവന്റെ കാൽക്കൽ വീണു. ഗ്ലോറിയസ് ജീസസിനെ, ഈ യോഹന്നാൻ ശ്ലീഹ കർത്താവിന്റെ കൂടെ 3 കൊല്ലം കൂടെ നടന്ന യോഹന്നാനാ. എന്നാൽ മഹത്വീകൃതനായ കർത്താവിനെ കണ്ടപ്പോൾ, മഹത്വപൂർണനായ യേശുവിനെ യോഹന്നാൻ കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലെയായി. ആ ഗ്ലോറിയസ് പ്രസൻസിന്റെ മുൻപിൽ യെസ് അവൻ ഇതാ കമിഴ്ന്നു വിടുകയാ, സാഷ്ടാംഗ പ്രണമിക്കുകയാ. ആ ഹോളി റെവറൻസ്, ഹോളി ഫിയർ. ഞാൻ അവന്റെ കാൽക്കൽ വീണു. എൻ്റെ സഹോദരങ്ങളെ, ഈ ദൈവഭയത്തിൽ നമ്മൾ വളരുവാനാണ് ഈ നാളുകളിൽ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വീണ്ടും കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ഈ തലമുറയുടെ അടിസ്ഥാന പ്രശ്നം എന്താണ്? സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 14-ാം വചനത്തിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ആ വചനം വായിക്കാം. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. സാവൂളിനെ വിട്ടുപോയി. ശ്രദ്ധിക്കണമേ, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. എൻ്റെ സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവ് ഈ തലമുറയെ വിട്ടുപോയി ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ദൈവഭയത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടത്തിന് നഷ്ടപ്പെട്ടു പോയ ആത്മീയ അധപതനമാണ് നമ്മൾ ഇന്ന് ലോകത്തിലും സഭയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. ഈ ദൈവഭയം നഷ്ടപ്പെട്ടതുകൊണ്ട്, ദൈവഭയത്തിൻ്റെ ആത്മാവ് വിട്ടുപോയതുകൊണ്ട് ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് സ്വർഗത്തിൻ്റെ വേദന. നമ്മുടെ കർത്താവ് ഇന്ന് നിലവിളിക്കുകയാണ്. തൻ്റെ ജനത്തെ നോക്കി, താൻ തെരഞ്ഞെടുത്തവരെ നോക്കി, തൻ്റെ വിളിച്ചവരുടെ അവിശ്വസ്തതയെ പ്രതി ദൈവഭയമില്ലാതെ അനാദരവായി അശ്രദ്ധയോടെ അലക്ഷ്യമായി ജീവിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഇന്ന് ഒരുപാട് കർത്താവ് വേദനിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ഇത് കർത്താവിൻ്റെ വേദനയല്ലേ? ഹോസിയ പ്രവചനം 4-ാം അധ്യായം 1-2 വചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നു, ഇസ്രായേൽ ജനമേ, കർത്താവിന്റെ വാക്ക് കേൾക്കുക. ഇന്ന് എന്നെയും നിങ്ങളെ നോക്കിയാണ് ഈ വചനം ആവർത്തിക്കുന്നത്. കർത്താവിന്റെ ജനമേ, അവിടുത്തെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ, താൻ തെരഞ്ഞെടുത്തവർക്കെതിരെ, അവിടത്തേക്ക് ഒരു തന്റെ ജനത്തിനെതിരെ കർത്താവിന് ഒരു ആരോപണമുണ്ട്. കർത്താവിനൊരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് ഹൃദയം ഉറപ്പിച്ച വചനങ്ങൾ ഒന്നിച്ചു വായിച്ച്, ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. കർത്താവ് കൃത്യമായി പറയുക. തൻ്റെ ജനത്തെ നോക്കി വളരെ സങ്കടത്തോടെ ദൈവം ആവർത്തിക്കുകയാണ്, ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം. എന്തുകൊണ്ടാണ് സ്നേഹം ഇല്ലാതായത്? എന്തുകൊണ്ടാണ് വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയത്? അതിൻ്റെ കാരണത്തിലേക്ക് പരിശുദ്ധ വചനം വെളിച്ചം വീശുകയാണ്. എന്താണ് കാരണം? ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ഒരുമിച്ച വചനം ഏറ്റുപറഞ്ഞ്, ദൈവവിചാരം ദേശത്ത് ദേശവാസികളിൽ അറ്റുപോയിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിന്റെ എല്ലാവിധത്തിലുള്ള ആത്മീയവും ധാർമ്മികവുമായ തകർച്ചയുടെ പ്രധാന കാരണം ഈ പരിശുദ്ധ വചനത്തിൽ പരിശുദ്ധ റൂഹ നമുക്ക് കാണിച്ചു തരികയായി. ദൈവവിചാരം അറ്റുപോയി, ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. നമ്മൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറയില്ലേ, ഏത് തോന്നിവാസം കാണിച്ചാലും ഒരു മനസാക്ഷി കുത്തുമില്ല. എന്തുമാത്രം അവിശ്വസ്തയോടെ ജീവിച്ചാലും അനുതാപമില്ല. ഹൃദയകാഠിന്യം ബാധിച്ച് കഠിന ഹൃദയരായി ഇന്ന് അസംഖ്യം ആത്മാക്കളാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണ് ഈ തകർച്ചയുടെ കാരണം? പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, ദൈവവിചാരം അറ്റുപോയി.
ദൈവഭയത്തിന്റെ ആത്മാവ് വിട്ടുപോയി ഈ തലമുറയെ. എന്റെ സഹോദരങ്ങളെ, ചങ്ക് പൊട്ടി കർത്താവിന്റെ സന്നിധിയിൽ പരിഹാരം ചെയ്ത് പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിച്ച്, കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ കൃപ നൽകണമേ എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിച്ചു പ്രാർത്ഥിക്കേണ്ട സമയമാണ് സഹോദരൻ. നമ്മൾ അനാസയോടെ ജീവിക്കേണ്ട സമയമല്ല ഇത്. അലക്ഷ്യമായി ഈ ജീവിതം തള്ളി നീക്കുവാനുള്ള സമയമല്ല ഇത്. ഈ തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കേണ്ട സമയം. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു ഭാരം എൻ്റെ ആത്മാവിലേക്ക് കർത്താവ് പകരുകയായിരുന്നു. സഹോദരങ്ങളെ, അനേകർക്ക് ഈ ഭാരം കർത്താവ് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ തലമുറയ്ക്ക് വേണ്ടി നിലവിളിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ? നഷ്ടപ്പെട്ടു പോയ ദൈവഭയത്തിൻ്റെ ആത്മാവിനാൽ ഈ തലമുറ വീണ്ടെടുക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെടുവാൻ, നമ്മുടെ മക്കൾ വീണ്ടെടുക്കപ്പെടുവാൻ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ വീണ്ടെടുക്കപ്പെടുവാൻ, നമ്മുടെ വന്യവൈദികരും സമർപ്പിതരും വീണ്ടെടുക്കപ്പെടുവാൻ കർത്താവ് ഈ നാളുകളിൽ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവവിചാരം മനുഷ്യ ഹൃദയങ്ങളിൽ അറ്റുപോയതുകൊണ്ട് എന്താണ് പൊതുസമൂഹത്തിൽ, ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അടുത്ത വചനം വായിച്ച്. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായി എന്തൊക്കെ ഇവിടെ നടക്കുന്നത്, എന്തൊക്കെ ഇവിടെ നടമാടുന്നത്? ഇതെല്ലാം വർദ്ധിച്ചിരിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി കൊലപാതകം, വ്യഭിചാരം, മോഷണം, വഞ്ചന, ആണയിടല് എന്നു വേണ്ട എല്ലാവിധത്തിലുള്ള പാപം, മ്ലേച്ഛതകള് ഈ നാളുകളിൽ ഇന്ന് ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. ഇതിന്റെ കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവവിചാരം, ദൈവഭയം മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് അറ്റുപോയി. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ തലമുറയുടെ ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. ആ വചനം എല്ലാവരും ഒരുമിച്ച് വായിച്ച്. അവർക്കു ദൈവഭയമില്ല. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, അവർക്കു ദൈവഭയമില്ല. അവർക്ക് ദൈവഭയമില്ല. ആ വചനം എന്ത് പവർഫുള്ള സഹോദരങ്ങളെ! ചെറിയൊരു വചന. ആ വചനത്തിൽ വലിയ ആത്മീയ രഹസ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന്റെ എല്ലാവിധ പാപം, മ്ലേച്ഛതയുടെയും അടിസ്ഥാന കാരണത്തിലേക്ക് ഈ ഒറ്റ വചനം വെളിച്ചം വീശുകയാണ്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത്? അവർക്ക് ദൈവഭയമില്ല. ദൈവഭയമില്ലാത്തൊരു തലമുറ, ദൈവവിചാരം മറ്റുപോയൊരു കാലഘട്ടം ആയതിനാൽ എല്ലാവിധ മ്ലേച്ഛതകളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുമാത്രം അരാജകത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു സഹോദരങ്ങളെ! എന്താണ് ഇതിന് കാരണം? അവർക്ക് ദൈവഭയമില്ല. ഒരിക്കൽ കൂടെ പറഞ്ഞേ, അവർക്ക് ദൈവഭയമില്ല. അവർക്ക് ദൈവഭയമില്ല. അതിനാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് പ്രവചനാത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ വചനവും വളരെ ശ്രദ്ധാപൂർവം ആത്മാവിൽ നിറഞ്ഞു വായിക്കുക. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2, 3, 4 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു വായിക്കാം. അപ്പോൾ ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ യഥാർത്ഥ ചിത്രം സ്വർഗം നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും
ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. എന്റെ സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നൊരു തലമുറ അന്ത്യകാലഘട്ടത്തിൽ ഉണ്ടാകും, യുഗാന്ത്യ സഭയിൽ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാർത്ഥ സ്നേഹികള്, നമ്മൾ ഇന്ന് കാണുന്ന അനീതികളും അക്രമങ്ങളും കൈക്കൂലിയും എന്നു വേണ്ട പൊതുസമൂഹത്തിൽ നടമാടുന്ന ഈ അരാജകത്വങ്ങളുടെ എല്ലാം ഒരു കാരണം എന്താണ്? സ്വാർത്ഥതയാണ് പ്രിയപ്പെട്ടവരെ. സ്വന്തം കാര്യം സിന്ധാബ. എനിക്ക് എൻ്റെ കാര്യം നടക്കണം, എനിക്ക് നേട്ടമുണ്ടാകണം, എനിക്ക് സുഖിക്കണം, എനിക്ക് വളർച്ചയുണ്ടാകണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. സ്വാർത്ഥ സ്നേഹികള്. പരിശുദ്ധ വചനം ഇതിനോട് ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനം, അവിടെ വചനം പറയുന്നു, 3-ാം അധ്യായം, യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനം. എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ? എല്ലാവരും ഒരുമിച്ച് വചനം വായിച്ച്. എവിടെ അസൂയയും സ്വാർത്ഥതയുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. ശ്രദ്ധിക്കണമേ, ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്ന ഈ ദുഷ്കർമ്മങ്ങളുടെ, ഈ ദുഷ്പ്രവർത്തികളുടെ അടിസ്ഥാനം എന്താണ്? മനുഷ്യന്റെ സ്വാർത്ഥതയാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുക. ഇത് കർത്താവിന്റെ ജീവനുള്ള വചനമാണ്. ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. ആകാശം ഭൂമിയും മാറിയാലും എന്റെ വചനം മാറുകയില്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യമാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. എത്ര ഷാർപ്പാണ് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ. എവിടെ സ്വാർത്ഥതയുണ്ടോ അവിടെ എല്ലാ വിധത്തിലുള്ള ദുഷ്പ്രവർത്തികളുമുണ്ട്, ക്രമക്കേടുകളുണ്ട്. ഇത് സഭയിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, ദേശങ്ങളിലാകട്ടെ, ലോകത്തിലാകട്ടെ. സഹോദരൻ, എവിടെയാണെങ്കിൽ എവിടെ ക്രമക്കേടുകൾ, ദുഷ്പ്രവർത്തികളുണ്ടോ അവിടെ സ്വാർത്ഥതയാണ്. 2-ാം വചനത്തിൽ കാണുകയാണ് ധനമോഹികള്. ദൈവഭയം അറ്റുപോയ ഒരു കാലഘട്ടത്തിന്റെ യഥാർത്ഥ രൂപം പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരികയാണ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ എന്തുമാത്രം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈ തലമുറയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയാ കർത്താവ് നമ്മോട് കാണിച്ചു തരുന്നത്. ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ദൗത്യം മറന്ന് ജീവിക്കരുത്. എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? ധനമോഹികള്. ഇന്ന് ഏത് രീതിയിലും പണമുണ്ടാക്കിയാൽ മതി. ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചാകട്ടെ, കഞ്ചാവും മയക്കുമരുന്നുകൾ വിറ്റിട്ടാകട്ടെ, അടിപിടികളിൽ പങ്കെടുത്താകട്ടെ, ഗുണ്ടാ സംഘങ്ങളിൽ ചെന്ന് കൈവെട്ടാനും കാലുവെട്ടാനും തലവെട്ടാനും, ഇതിനെല്ലാം വ്യത്യസ്തങ്ങളായ റേറ്റുകളാണ്, പൈസയാണ്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. ധനമോഹികൾ. പരിശുദ്ധ വചനം പറയുന്നു, എന്താ ഈ തകർച്ചയുടെ കാരണം? അവർക്ക് ദൈവഭയമില്ല. നമ്മുടെ വചനത്തിൽ കണ്ടു, അവർക്ക് ദൈവഭയമില്ല. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. അപ്പോസ്തലൻ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. തിമോഥെയോസ് 1-ാമത്തെ ലേഖനം, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, 6-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങൾ. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന
നിരവധി വ്യാമോഹങ്ങളിലേക്കും നിബദിക്കുന്നു. നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിബദിക്കുന്നു. അതാ നമ്മൾ ഇന്ന് കാണുന്നത്. എത്ര പേരെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇത് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അന്യായ മാർഗത്തിൽ കഞ്ചാവ് വിറ്റ് എത്ര പെൺകുട്ടികളെ കാലത്ത് പിടിക്കുന്നത്. അഭിഹിത വേഴ്ചകളിൽ ഏർപ്പെട്ട് സെക്സ് റാക്കറ്റുകളിൽ പ്രവർത്തിച്ച് എന്തിനാ? കൈ നിറയെ പണം കിട്ടാനാണ്. അവിടെ ചാരിത്ര ശുദ്ധിയോ ജീവിത വിശുദ്ധിയോ ദൈവിക മൂല്യങ്ങളോ ഒന്നും വിഷയമല്ല. എന്താ കാര്യം? അവർക്ക് ദൈവഭയമില്ല. കർത്താവിന്റെ പരിശുദ്ധമായ വചനം പ്രഖ്യാപിക്കുക, അവർക്ക് ദൈവഭയമില്ല. അത് നഷ്ടപ്പെട്ടു പോയി. ഇതാരുടെയും കുഴപ്പമല്ല പ്രിയപ്പെട്ടവരെ, ഈ കാലത്തിന്റെ പ്രത്യേകതയാണ്. 10-ാം വചനത്തിൽ പറയുന്നു, എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം. ധനമോഹം. 3-ാമത് വചനത്തിൽ നമ്മൾ എന്താ കാണുന്നത്? കണ്ടോ? അഹങ്കാരികള്. 2 തിമോത്തി 3:2 നമ്മൾ കാണുന്നു, സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും. നിങ്ങളത് ശ്രദ്ധിച്ച് ആ വചനം മറക്കരുത്. അഹങ്കാരികള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വലിയൊരു പ്രതിസന്ധിയാണത്. അഹങ്കാരം ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്നു. എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? അത് വ്യക്തിയാകട്ടെ, കുടുംബമാകട്ടെ, അത് സമൂഹമാകട്ടെ, സഭയാകട്ടെ, അവിടെ കൊടിയ തകർച്ചയുണ്ടാകുമെന്ന് കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മുടെ അമ്മ മാതാവ് ഉദ്ഘോഷിച്ചു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 51-ാമത്തെ തിരുവചനമാണ്. അവിടെ എന്താ പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞത്? തന്റെ ഭുജം കൊണ്ട് ദൈവം ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിക്കും. അഹങ്കരിക്കുന്ന കുടുംബങ്ങൾ ചിതറിക്കപ്പെടും. അഹങ്കരിക്കുന്ന സമൂഹങ്ങൾ ചിതറിക്കപ്പെടും. അഹങ്കരിക്കുന്ന കൂട്ടായ്മകൾ ചിതറിക്കപ്പെടും. അഹങ്കാരമുള്ള രാജ്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും. പ്രിയപ്പെട്ട, ലോക ചരിത്രം എത്ര കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഈ അഹങ്കാരം? ദൈവത്തെ പോലും വെല്ലുവിളിക്കുക. ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 17-ാമത്തെ വചനം, ഒരുമിച്ച വചനം വായിച്ച് ഞാൻ ആ വചനം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എത്ര കൃത്യമായിട്ട് ഈ കാലഘട്ടത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ ദൂതല്ലേ? ഇത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമല്ലേ? ഇത് പരിശുദ്ധാത്മാവ് എനിക്കും നിനക്കും തരുന്ന ആലോചനയല്ലേ? എന്താണ് ഈ തലമുറ വിളിച്ചു പറയുന്നത്? സർവശക്തനായ ദൈവത്തോട് വെല്ലുവിളിക്കുക. ദൈവത്തെ ആവശ്യമില്ലാത്ത തലമുറ, ദൈവത്തെ മാറ്റി നിർത്തിയ തലമുറ, ദൈവത്തെ ദുഷിക്കുന്ന അവഹേളിക്കുന്ന ഒരു കാലഘട്ടം. അവർ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞങ്ങളെ വിട്ടകന്നു പോവുക. ദൈവത്തെ ആവശ്യമില്ലാത്തൊരു തലമുറ. അഹങ്കാരമാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ ദൈവത്തിന് ആവശ്യമില്ല. ഞങ്ങൾക്ക് പണമുണ്ട്, ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പവറുണ്ട്, ഞങ്ങൾക്ക് ബ്രെയിൻ പവറുണ്ട്, ഞങ്ങൾക്ക് പണമുണ്ട്, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നല്ല മസിൽ പവറുണ്ട്, ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി എന്തിനാ ദൈവത്തിന്റെ ആവശ്യം? ദൈവമേ ഞങ്ങളെ വിട്ടുപോവുക. ദൈവമേ ഞങ്ങളെ വിട്ടുപോവുക. ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയട്ടെ, അടുത്തൊരു ശ്വാസം എനിക്ക് നിനക്കും വലിക്കാൻ പറ്റുമോ? നമുക്ക് ഉറപ്പുണ്ടോ? ദൈവം എന്നോടും നിന്നോടും കാണിക്കുന്ന കരുണയല്ലേ നമ്മുടെ ഈ ജീവൻ, നമ്മുടെ ഈ ജീവിതം. അത് മറന്ന് നമ്മൾ ജീവിച്ചാൽ നമ്മൾ വലിയ നഷ്ടം സഹിക്കേണ്ടി വരും. സഹോദരങ്ങളെ, നമ്മൾ വലിയ നഷ്ടം സഹിക്കേണ്ടി വരും. ദൈവമേ ഞങ്ങളെ വിട്ടുപോവുക. അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിച്ച്, തൊട്ടടുത്ത വചനം എന്താ പറയുന്നത്? സർവശക്തന് ഞങ്ങളോട് എന്തു ചെയ്യാൻ കഴിയും? വെല്ലുവിളിക്കുക, ദൈവത്തെ പരിഹസിക്കുക. ദൈവമേ നിനക്ക് ഞങ്ങളോട് എന്തു ചെയ്യാൻ കഴിയും? ഞങ്ങൾക്ക് ഒരുപാട് സെറ്റപ്പുകളുണ്ട്,
ഞങ്ങൾക്ക് ഒരുപാട് 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 സ്വാധീന വലയങ്ങളുണ്ട്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അഹങ്കാരത്തോടെ ചോദിക്കുക. കർത്താവ് നാളെ എന്നെയും നിന്നെയും ഉണർത്തിയില്ലെങ്കിൽ നമുക്ക് ഉണരാൻ പറ്റുമോ? ഉണരാൻ പറ്റില്ല. അഹങ്കാരം. എന്താ ഇതിന്റെ കാരണം? അവർക്ക് ദൈവഭയമില്ല. പരിശുദ്ധ വചനം പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3:18 നമ്മൾ ആ വചനം ആവർത്തിച്ച് വായിച്ചതാണ്. അവർക്ക് ദൈവഭയമില്ല. ഒരിക്കൽ കൂടെ പറഞ്ഞേ, അവർക്ക് ദൈവഭയമില്ല. അതിനാൽ അവർ അഹങ്കരിക്കുന്നു. അവർ ധനസമ്പാദനത്തിന് വേണ്ടി ഏത് രീതിയും സ്വീകരിക്കുന്നു, സ്വാർത്ഥതയോടെ പെരുമാറുന്നു. വീണ്ടും പറയുകയാണ്, എന്താ പറയുന്നത്? ദൈവദൂഷകരെ. വലിയൊരു ശാപമാണ് ഈ കാലഘട്ടത്തിൻ്റെ. ഇന്ന് സോഷ്യൽ മീഡിയയിലും എൻ്റെ സഹോദരങ്ങളെ മറ്റു പല മീഡിയയിലൂടെയൊക്കെ ദൈവത്തെ ദുഷിക്കുക, ദൈവിക സത്യങ്ങളെ, ദൈവവചനത്തെ, കർത്താവിൻ്റെ പരിശുദ്ധ സഭയെ, കർത്താവിൻ്റെ പൗരോഹിത്യത്തെ, കർത്താവിൻ്റെ സന്യാസത്തെ, കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിനെയൊക്കെ പരസ്യമായി ദുഷിക്കുന്ന, അവഹേളിക്കുന്ന എത്രയെത്രയോ സംഭവങ്ങൾ. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ അറിയുന്നില്ല വലിയൊരു ശിക്ഷാവിധിയാണ് തങ്ങൾ വരുത്തി വയ്ക്കുന്നതെന്ന്. സഹോദരങ്ങളെ, യൂദാസ് എഴുതിയ ലേഖനം 1:10 കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, ഈ മനുഷ്യരാകട്ടെ ദൈവഭയം നഷ്ടപ്പെട്ടു പോയ ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. എത്ര കൃത്യമാണ് കർത്താവിൻ്റെ വചനം. തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും അവർ ദുഷിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ, ദൈവിക സംവിധാനങ്ങളെ, പരിശുദ്ധ കുദാശകളെ, കർത്താവിൻ്റെ വചനത്തെ, കർത്താവ് നൽകിയ സാധ്യതകളെ, കർത്താവിൻ്റെ മിനിസ്ട്രികളെ എല്ലാം ദുഷിക്കുന്നു. ദൈവദൂഷകരെ, വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ. പരിശുദ്ധ വചനം ഇത്തരത്തിലുള്ളവരെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ വാക്കല്ല, ഇത് കർത്താവിൻ്റെ നിർമ്മലമായ വചനമാണ്. ദൈവത്തെ ദുഷിക്കുന്നവരെ കുറിച്ച് എന്താ പരിശുദ്ധ വചനം പറയുന്നത്? വിശേഷാൽ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ എന്ന് പറയുന്നത്. അത്രമാത്രം അവർ തരം താഴ്ന്നു പോകുന്നു. തങ്ങളുടെ സൃഷ്ടാവിനെ ദുഷിക്കുമ്പോൾ അവർ അറിയുന്നുണ്ടോ ഇത് വലിയൊരു ന്യായവിധി വരുത്തി വയ്ക്കുകയാണ്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത്? അവർക്ക് ദൈവഭയമില്ല. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ആത്മാവിന് ഇതൊന്നും സാധ്യമല്ല സഹോദരങ്ങളെ. ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ഇത് സാധ്യമല്ല എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഇരിക്കുന്നവർ പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച് കൈകളൊന്ന് കോർത്ത് പിടിച്ച് ചങ്ക തുറന്നൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ തലമുറയുടെ മേൽ ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവേ, ഈ കാലഘട്ടത്തിന്റെ മേൽ ദൈവഭയത്തിന്റെ ആത്മാവിനെ പകരണമേ. ലോകരാജ്യങ്ങളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക്, അനേകം കുടുംബങ്ങളിലേക്ക്, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, പരിശുദ്ധ സഭയിലേക്ക്, സഭ മുഴുവനിലേക്ക് കർത്താവേ, ചങ്കുപൊട്ടി വിളിച്ച് കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയ, ദൈവഭയം അറ്റുപോയ എല്ലാ ജീവിതങ്ങളിലേക്കും അഭിഷേകം പകരുക, അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളിൽ സംഭവിക്കുന്ന
അപജയങ്ങളാണ് പരിശുദ്ധ വചനത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു, ദൈവഭയം അറ്റുപോയ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ആത്മീയമായ തകർച്ചകൾ. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരെ. ഇന്ന് എത്രയെത്ര കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ വേദനയോടെ കഴിയുന്നു. ഒരു നല്ല വാക്ക് ലഭിക്കാൻ, ഒരു ആശ്വാസവാക്ക് കിട്ടാൻ, ഒരു കരുതലിൻ്റെ ഒരു സ്നേഹ അനുഭവം സ്വന്തമാക്കാൻ ഹൃദയം നൊന്ത് ജീവിക്കുന്ന എത്രയോ അപ്പന്മാരെ, എത്രയോ അപ്പച്ചന്മാരും അമ്മമാരും നമ്മുടെ ഭവനങ്ങളിലുണ്ട്. ഒറ്റയ്ക്ക് കഴിയുന്ന ഒരുപാട് പേരൻസ് ഈ കാലഘട്ടത്തിലുണ്ട്. പലപ്പോഴും മാതാപിതാക്കളെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന എത്രയോ മക്കൾ ഈ നാട്ടിൽ തന്നെയുണ്ട്. പക്ഷെ മാതാപിതാക്കളെ കരുതുവാനോ സ്നേഹിക്കുവാനോ ഒരു നല്ല വാക്ക് പറയാനോ അവരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാനോ ഇന്ന് അധികം മക്കള് തയ്യാറാകുന്നില്ല. എന്താ ഈ തകർച്ചയുടെ കാരണം? പരിശുദ്ധ വചനം പറയുന്നു, അവർക്ക് ദൈവഭയമില്ല. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്കും ഇത് സാധ്യമല്ല സഹോദരങ്ങളെ. അവർ അപ്പനെയും അമ്മയെയും നമ്മുടെ നാടൻ ഭാഷയിൽ പറയില്ലേ, പൊന്നുപോലെ നോക്കും. നമ്മൾ നൊന്ത് പ്രസവിച്ച് നമ്മുടെ പൊന്നു അമ്മ, നമ്മളെ പോറ്റി വളർത്തുന്ന നമ്മുടെ അപ്പ, നമ്മളവരെ സ്നേഹിക്കില്ല സഹോദരങ്ങളെ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വചനം വാഗ്ദത്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണ്. കർത്താവ് തന്റെ ജനത്തിന് നൽകുന്ന മാറ്റമില്ലാത്ത പ്രമാണങ്ങളാണിത്. അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇവിടെയാണ് ദൈവഭയത്തിന്റെ ആവശ്യം. നമ്മുടെ കുടുംബങ്ങളിൽ ഈ അരൂപി കടന്നു വരേണ്ട സമയമായി. നമ്മുടെ ബന്ധങ്ങളിൽ ദൈവഭയത്തിന്റെ ആത്മാവ് വെളിപ്പെടേണ്ട നേരമായി സഹോദരങ്ങൾ. എത്ര കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത്, ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടു പോകുന്നു. എന്താ കാരണം? ദ സ്പിരിറ്റ് ഓഫ് റെവറൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ആ ഹോളി ഫിയർ, വിശുദ്ധമായ ഭയം, ആ ഭയഭക്തി, ആദരവ് നമുക്ക് കൈമോശം വന്നു പോയി. എന്തു വേണമെങ്കിലും പറയാം, എന്തു വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഇല്ല സഹോദരങ്ങളെ, കർത്താവിന്റെ ജനത്തിന് അത് സാധ്യമല്ല. ഈ ലോകം പോകുന്നത് പോലെ പോകാൻ വിളിക്കപ്പെട്ടവരല്ല ദൈവത്തിന്റെ ജനം. നമ്മൾ ഉടമ്പടിയുടെ ജനമാണ്. വി ആർ ചോസൻ. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, കൃതജ്ഞര്, നന്ദിയില്ലാത്തവരെ. ഈ കാലഘട്ടത്തിന് വലിയൊരു പ്രശ്നം പറയപ്പെട്ടവരെ നന്ദിയില്ലാത്തവരെ. എന്തൊക്കെ ചെയ്താലും പിറുപിറുക്കുക, മുറുമുറുക്കുക, പരാതി പറയാ, കംപ്ലൈന്റ് പറയാ. എത്ര കുടുംബങ്ങളിൽ അത്, എത്ര സഭാ സമൂഹങ്ങളിൽ ഈ നന്ദിയില്ലാത്ത അവസ്ഥകൾ. ഇതൊക്കെ പൈശാചിക പീഡകളല്ലേ സഹോദരങ്ങളെ? എന്തേ നമ്മളിങ്ങനെ ആവുന്നത്? ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. സ്പിരിറ്റ് ഓഫ് റെവറൻസ് നമ്മൾ വിട്ടുപോയി. ചങ്ക് പൊട്ടി അനുദപിക്കേണ്ട സമയമായി ഇത്. നമ്മൾ എന്റെ സഹോദരങ്ങളെ, സംഹാരദൂതൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ആരെ? പിറുപിറുത്തവരെ, നന്ദിയില്ലാത്തവരെ. ഈ നന്ദികേടിന്റെ അടിസ്ഥാന കാരണം എന്താണ്? ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, വിശുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാകും അന്ത്യകാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിന്റെ യഥാർത്ഥ ചിത്രം പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ യുഗാന്ത്യ സഭയിൽ വിശുദ്ധിയില്ലാത്ത മനുഷ്യര്, വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം നൽകാത്തവര്, കുടുംബ ജീവിതത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി കളയുന്ന ദമ്പതിമാര്, സമർപ്പിത സന്യസ്ത ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ചില സമർപ്പിതര്, അത് പൗരോഹിത്യ ശുശ്രൂഷയിലും പൗരോഹിത്യ ജീവിതത്തിലും. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ ജീവിതത്തിന് വലിയ ശക്തിയുണ്ട്. വിശുദ്ധ ജീവിതത്തിന് കർത്താവിന്റെ സന്നിധിയിൽ വളരെ വളരെ വിലയുണ്ട്. ഇന്ന് എന്താ സംഭവിക്കുന്നത്? ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് തിരുവെഴുത്ത് പറയുന്നു,
എഫെസസ്കാർക്ക് ഇത് ലേഖനം അവിടെ അധ്യായം 4:19 എന്ന് പറയുന്നത്, അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു കണ്ടു. ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാ തരത്തിലുള്ള അശുദ്ധികളിലെ ആവേശത്തോടെ മുഴുകി. നമുക്കിതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിലൂടെയും ഇന്ന് മറ്റ് പല മീഡിയയിലൂടെയൊക്കെ നമ്മൾ ഇന്ന് എന്താ കാണുന്നത്? എല്ലാത്തരം അശുദ്ധികളിൽ ആവേശത്തോടെ മുഴുകുന്ന ഒരു കാലഘട്ടം. മനസാക്ഷി കരിഞ്ഞുപോയി, യാതൊരു അനുതാപവുമില്ല, ഒരു ഹൃദയ തകർച്ചയുമില്ല. എൻ്റെ സഹോദരങ്ങളെ, ഹൃദയം കഠിനമായൊരവസ്ഥ. ഈ തകർച്ചയുടെ കാരണം എന്താണ്? ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ആ ഒരു വിഷ്വൽ ഒന്ന് നോക്കി. നമുക്കറിയാം, എങ്കിൽ പോലും അത് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നമുക്കൊന്ന് കാണുകയാണ്. ഈ വചനങ്ങളെല്ലാം ലിറ്ററലി ആക്ഷരികമായി നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ കണ്ണു തുറന്ന് പ്രാർത്ഥനയോടെ നോക്കിക്കണ്ടേ? കണ്ടോ സ്വർഗ വിവാഹങ്ങള്. ഇതാ ഒരു സ്ത്രീ കർത്താവിന്റെ കുരിശിൽ കർത്താവിനെ അപമാനിക്കുകയാണ്. ദൈവനിന്ദയാണത്. ഒരു തരത്തിലുള്ള സാക്രിലേജ് ആണ് ശരിക്കും അത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ, കർത്താവിനെ പരസ്യമായിട്ട് അവഹേളിക്കുക. ഇതാ പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബോർഷൻ അനുകൂലികൾ അവിടെ വന്ന് അലങ്കോലമാക്കുക. ദൈവനിന്ദയാണ്. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. ആ ദേവാലയത്തിലേക്ക് അവർ ഇടിച്ചു കയറാൻ നോക്കി. ഈ പോകുന്നവർ അബോർഷൻ അനുകൂലിക്കുന്ന നിരീശ്വരവാദികള്. ഗോഡ് ഈസ് ഡെഡ്. ദൈവം മരിച്ചു, ദൈവമില്ല. എന്തുമാത്രം ആത്മീയ തകർച്ച സംഭവിക്കുന്നു. മദ്യപാനവും പേക്കൂത്തുകളും അന്യ ആരാധനകളും സാത്താന്യ ആരാധനകളും സ്വർഗ വിവാഹങ്ങളും കുടുംബങ്ങളുടെ തകർച്ചയും പരിശുദ്ധ കുർബാനയുള്ള അവഹേളനവും തിരുവചനത്തോട് കാണിക്കുന്ന ഡിസ്റെസ്പെക്ട്, അനാദരവെല്ലാം ഇന്ന് ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇതിന്റെ എല്ലാം കാരണം എന്താണ്? അവർക്ക് ദൈവഭയമില്ല. അവർക്ക് ദൈവഭയമില്ല. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഒരു വചനം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്കിതിന് അവസാന ഭാഗത്തോട്ട് വരാം. അപ്പോസ്തലനായ പൗലോസ് റോമ സഭയ്ക്ക് ഇത് ലേഖനത്തിൽ പറയുന്നു, 1-ാം അധ്യായം 26 മുതൽ 32 വരെയുള്ള വചനങ്ങൾ. വീണ്ടും ദൈവഭയം നഷ്ടപ്പെട്ടു പോയ ഈ കാലഘട്ടത്തിൻ്റെ യഥാർത്ഥ ചിത്രം പരിശുദ്ധാത്മ കാണിച്ചു തരികയാണ്. ആ വചനങ്ങൾ നമ്മൊന്ന് ശ്രദ്ധിച്ച്, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. ലെസ്ബിനിസം, ഹോമോസെക്ഷൽ, എന്തുമാത്രം വലിയ ധാർമ്മികവും ആത്മീയവുമായ അധപതനമാണ് സഹോദരങ്ങളിത്. അവിടെ സ്ത്രീകൾ ഇന്ന് അനേക രാജ്യങ്ങളിൽ ഇത് നിയമമായി കൊണ്ടിരിക്കുന്നു. ദൈവം സ്ഥാപിച്ച സ്വാഭാവിക കുടുംബങ്ങളെ തകിടം മറിക്കുന്ന വിധത്തിൽ പിശാച് രൂപപ്പെടുത്തുന്ന ചില സംവിധാനങ്ങള്, പാപകരമായ നിയമങ്ങള്, മ്ലേച്ഛകരമായ നിയമങ്ങള് ദൈവകൽപ്പനകളെ തകിടം മറിച്ചു കളയുന്നു. കർത്താവിന്റെ വചനം പറയാണ്, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുക, പരസ്പരം ആസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയതു നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്ക് ദൈവം അവരെ വിട്ടുകൊടുത്തു. അവരെല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. എന്തുകൊണ്ട്? അവർക്ക് ദൈവഭയമില്ല. എൻ്റെ സഹോദരങ്ങളെ, തുടർന്ന് വരുന്ന പരിശുദ്ധ ആരാധനയിൽ ചങ്ക് പൊട്ടി നിലവിളിക്കണം, കർത്താവേ ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, ദൈവഭയത്തിന്റെ അരൂപിയെ ഞങ്ങൾക്ക് തരണമേ.
ഈ തലമുറയെ ദൈവഭയത്തിന്റെ ആത്മാവിൽ വീണ്ടെടുക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. 30-31 വചനങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് ശ്രദ്ധിച്ച്. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. 32-ാമത്തെ വചനം പറയാ, ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. എന്താ കാരണം? നോ റെവറൻസ്. സ്പിരിറ്റ് ഓഫ് റെവറൻസ് നമ്മെ വിട്ടുപോകുന്നു. ദൈവഭയത്തിന്റെ ആത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവഭയത്തിന്റെ ആത്മാവാണ്. ഈ അടുത്തൊരു ദിവസം ഒരു പരിശുദ്ധ ദേവാലയത്തില് ആ പരിശുദ്ധ മധുബഹയിൽ അൾത്താരയിൽ നിന്ന് ഈ DJ പോലെയുള്ള, ഈ പോപ്പ് റോക്ക് പോലെയുള്ള അങ്ങനെയുള്ള പാട്ടുകളും ഈ ലോകത്തിന്റെ വെറിക്കൂത്തുകൾ അടങ്ങുന്ന പാട്ടുകളൊക്കെ പാടി ആ പരിശുദ്ധ അൾത്താര, അത് കർത്താവിന്റെ മധുബഹയല്ലേ, പരിശുദ്ധരിൽ പരിശുദ്ധനായ നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന മഹത്വപൂർണമായ ഇടമല്ലേ അത് മലിനപ്പെടുത്തുവാൻ നമുക്ക് അവകാശമില്ല സഹോദരങ്ങളെ. അതാണ് ദൈവനിന്ദ. നമ്മുടെ കർത്താവ് ഇന്ന് നിന്ദ്യതിനും അപമാനിതനുമാകുന്നു. എന്താ കാരണം? വിളിക്കപ്പെട്ടവരായ നമ്മിൽ ദൈവഭയം നഷ്ടപ്പെട്ടു പോകുന്നു. സഹോദരങ്ങളെ, നമ്മൾ കർത്താവിന് മുമ്പിൽ ഏറ്റുപറയുക. അതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും എന്താ പരിശുദ്ധാത്മാ പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുകയാണ്. നമ്മൾ തിരിച്ചറിയണം. യെശയ്യാ പ്രവചനം 3:9 ആ വചനം നമുക്കൊന്ന് പെട്ടെന്ന് കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. യെശയ്യാ പ്രവചനം 3:9 എന്താ വചനം പറയുന്നത്? അവരുടെ പക്ഷപാത അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു. അവർ തങ്ങളുടെ പാപം മറയ്ക്കാതെ സോദോമിനെ പോലെ ഉദ്ഘോഷിക്കുന്നു. ഇന്ന് ഒരു മറയില്ല. ഓപ്പണായി ഇത് പരസ്യമായിട്ട് ചുംബിക്കുന്നു, പരസ്യമായിട്ട് മ്ലേച്ഛത ചെയ്യുന്നു. യാത്ര ചെയ്യുന്ന ബസ്സിൽ, കാറിൽ, പൊതുസ്ഥലങ്ങളിൽ, പാർക്ക് എന്ന് വേണ്ട എല്ലായിടങ്ങളിലും പ്രിയപ്പെട്ടവർ, മൈ ബോഡി മൈ റൈറ്റ്, മൈ ബോഡി മൈ ചോയ്സ്. ചോദിക്കാൻ നീ ആരാണ്? അങ്ങനെയായി ഈ കാലം. ഇത് പറയുമ്പോഴും പലർക്കും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല സഹോദരങ്ങളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ, അത് സെക്കൻഡറി ആണ്. കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഇത് പറയാൻ ഞാൻ കടപ്പെട്ടവനാണ്. ഇത് പരിശുദ്ധ വചനമാണ്. ഇത് നമ്മുടെ ചില കണ്ടുപിടുത്തങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളല്ല. ഇത് ദൈവത്തിന്റെ നിർമ്മലമായ വചനമാണ്. ഈ വചനത്തെ മാറ്റുവാൻ നമുക്ക് ആർക്കും അധികാരമില്ല സഹോദരങ്ങളെ. പരസ്യമായി പാപം ഉദ്ഘോഷിക്കുകയാണ്. എത്രയെടുത്ത ചുംബന മത്സരങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഇന്ന് മത്സരിച്ച് പാപം ചെയ്യുന്നു. എന്തൊക്കെ വെറിക്കൂത്തുകളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഇതിന്റെ കാരണം? അവർക്ക് ദൈവഭയമില്ലെന്ന് പരിശുദ്ധാത്മാ പറയാ വചനത്തിലൂടെ. അതിനാൽ തന്റെ ജനത്തോട് കർത്താവ് പറയുന്നു. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടെ വചനം വായിക്കാം. തന്റെ ശക്തമായ കരം എന്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പ്രവാചകൻ യെശയ്യാ പറയാ, എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തു, ഈ ജനത്തിന്റെ മാർഗത്തിൽ നീ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ലോകത്തിന്റെ വഴിയിൽ നമ്മൾ ചരിക്കരുത് സഹോദരങ്ങളെ. ലോകപ്രകാരം ജീവിക്കരുത്. ഈ ലോകത്തിന്റെ അരാജകത്വങ്ങളിൽപ്പെട്ട് നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവഭയത്തോടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കുടുംബങ്ങൾ ഈ ദൈവഭയത്തിൽ വളരണം. നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ ദൈവഭയം ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ എന്ത് സജീവമായിരുന്നു. നമ്മുടെ ആത്മീയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു, ശുഷ്കാന്തിയായിരുന്നു. നമുക്ക് വലിയൊരു ആദരവും ബഹുമാനവുമായിരുന്നു.
കർത്താവിൻ്റെ ബഹുമാനപ്പെട്ട വന്യവൈദികരോട് നമുക്ക് എന്തൊരു ആദരവായിരുന്നു. യെസ്, അതൊരു ദൈവഭയത്തിൻ്റെ ആത്മാവാണ്. സഭയുടെ പൗരോഹിത്യത്തോട്, സഭയുടെ സന്യാസത്തോട് ഒക്കെ നമുക്ക് വലിയൊരു ആദരവും സ്നേഹവും ഉണ്ടായിരുന്നൊരു കാലം. ഇന്നതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറയാ, ഈ ജനത്തിന്റെ വഴിയിൽ നീ ചരിക്കരുത്. 12-ാം വചനത്തിൽ പറയുകയാണ്, ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതരുത്. ഈ ജനം ഭയപ്പെടുന്നതിനെ നീ ഭയപ്പെടരുത്. 13-ാം വചനത്തിൽ കർത്താവ് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ. നിന്റെ ദൈവമായ കർത്താവിനെ പരിശുദ്ധനായി നീ ആരാധിക്കുക. മഹത്വപൂർണനും സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവിനെ പരിശുദ്ധരിൽ പരിശുദ്ധനായി ബഹുമാനിക്കുക. 14-ാം വചനത്തിന് ആരംഭത്തിൽ കർത്താവ് പറഞ്ഞു, അവിടുത്തെ ഭയപ്പെടുവിൻ. സഹോദരങ്ങളെ, ഈ 2-ാം ദിനത്തിലെ ശുശ്രൂഷ നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. അവിടുത്തെ ഭയപ്പെടുവിൻ. ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള കർത്താവിൻ്റെ ദൂതാണ്. കർത്താവിനെ ഭയപ്പെടുക, കർത്താവിനോടുള്ള ഭയഭക്തി ആദരവിൽ വളരുക, സ്പിരിറ്റ് ഓഫ് റെവറൻസിൽ ദിനംതോറും നമ്മൾ ജീവിക്കുക. ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ് നമ്മളെ നിയന്ത്രിക്കട്ടെ, നമ്മളെ നയിക്കട്ടെ, നമ്മളെ വിശുദ്ധീകരിക്കട്ടെ, നമ്മളെ വളർത്തട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, നമ്മുടെ സഭയിൽ, ഈ ലോകം മുഴുവനിലും ദൈവഭയത്തിൻ്റെ അരൂപി തീ പോലെ കത്തിപ്പടരുവാൻ, കൊടുങ്കാറ്റ് പോലെ അത് വീശിയടിക്കുവാൻ ഈ പരിശുദ്ധ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും ഭയഭക്തി ആദരവോടെ മുട്ടുകുത്തി നിൽക്കുന്നു. പരിശുദ്ധ കുർബാനയായി, രാജാതി രാജാവായി നമ്മുടെ കർത്താവ് കടന്നു വരുന്ന സമയം എല്ലാവരും മുട്ടുകുത്തുന്നു. എല്ലാവരും ആയിരിക്കുന്നിടത്ത് സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ഈശോയെ ഒന്നിച്ച് നമ്മൾ ആരാധിക്കുക. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, ഈ തലമുറയിലേക്ക് വർഷിക്കണമേ, ഈ കാലഘട്ടത്തിന് മേൽ വർഷിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ, സഭയിലേക്ക് വർഷിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരാധനയിലേക്ക് ഒരുങ്ങുകയാണ്. ദൈവപിതാവേ, എന്നോടെ താതൻ നീ, ദൂതന്മാരാപ്പക വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരും എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരും എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവമേ, സ്തുതി ബഹുമാനം ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവേ, മഹത്വപൂർണനായ ഈശോയെ, പരിശുദ്ധൻ ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, നീ മാത്രം യോഗ്യനാ. ഞങ്ങളെ ആരാധിക്കുന്നു. ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, ദൈവഭയത്തിന്റെ അരൂപിയെ ഞങ്ങളിലേക്ക് പകരണമേ. സാധിക്കുന്നവരെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഭയഭക്തി ആദരവോടെ സാഷ്ടാംഗം പ്രണമിച്ച് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പൂർണ്ണമായ ബഹുമാനത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റു നിൽക്കാം. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവി ശുശ്രൂഷയുടെ 2-ാം ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ആത്മീയവും ധാർമ്മികവുമായ തകർച്ചയുടെ അടിസ്ഥാന കാരണത്തിലേക്ക് തൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിച്ചം വീശുകയായിരുന്നു. ഇവിടെ സ്നേഹമോ വിശ്വസ്തതയോ ഇല്ല. കാരണം ദൈവവിചാരം മനുഷ്യഹൃദയങ്ങളിൽ അറ്റുപോയി. ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയൊരു കാലം, ദൈവഭയം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന നാളുകൾ. എന്റെ സഹോദരങ്ങളെ, ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുക. അന്ധനായ ബർത്തുബിയോ നിലവിളിച്ചില്ലേ, കർത്താവേ, ദാവീദിന്റെ പുത്ര, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് ജീവിക്കുന്ന ദൈവമാണ്. പരിശുദ്ധ കുർബാനയായി അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് ഇത് വെറും ഗോതമ്പിന്റെ കഷണമല്ല. ഒരൊറ്റ വാക്കുകൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച സർവശക്തനും സർവാധിപനുമായ ദൈവമാണ് ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്നത്. വെളിപാട് പുസ്തകം 1:17 നമ്മൾ കണ്ടു. മഹത്വപൂർണനായ ഈശോയെ യോഹന്നാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചവനെ പോലെയായി. കർത്താവിന്റെ വക്ഷസിൽ ചാരിക്കിടന്ന് കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് അനുഭവിച്ച യോഹന്നാൻ മഹത്വപൂർണനായ കർത്താവിനെ കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലെയായി. കർത്താവിന്റെ കാൽക്കൽ വീണുവെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. യെസ്, അത്രയും ഗ്ലോറിയസ് ആണ് നമ്മുടെ കർത്താവ്. അത്രമാത്രം മഹത്വപൂർണനാണ് നമ്മുടെ ഈശോ. യെസ്, എന്റെ സഹോദരങ്ങളെ, അനാദരവ് കർത്താവിനെ സങ്കടപ്പെടുത്തുന്നു. നമ്മുടെ അനാദരവ് അത് നമ്മുടെ അനുഗ്രഹത്തെ തടയും. ഡിസ്റെസ്പെക്ട് അത് കർത്താവിനോട് കാണിക്കുന്ന വലിയൊരു അവഹേളനമാണ്. കരങ്ങൾ താരയിലേക്ക് തുറന്നു പിടിക്കുക. കരങ്ങൾ തുറന്നു പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളിൽ ദൈവഭയത്തിന് ആത്മാവ് ഇറങ്ങി വരട്ടെ. ദൈവഭയത്തിന് അരൂപി അവരിൽ നിറയട്ടെ. ദൈവവിചാരത്തിൽ അവർ വളരട്ടെ. ആത്മീയ കാര്യങ്ങളിൽ, സഭാത്മക കാര്യങ്ങളിൽ അവർ ശുഷ്കാന്തിയുള്ളവരാകട്ടെ. അവർ ഉണർവുള്ളവരാകട്ടെ. അവർ ജ്വലനമുള്ളവരാകട്ടെ. അവർ തീ പിടിച്ചവരാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവഭയത്തിന് ആത്മാവ് വരട്ടെ. നമ്മുടെ സഭ മുഴുവനിലും ദൈവഭയത്തിന് ആത്മാവ് കത്തിപ്പടരട്ടെ. ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ദൈവഭയത്തിന് ആത്മാവ് നിറയട്ടെ. കരങ്ങൾ തുറന്നു പിടിച്ച് ജീവിക്കുന്ന യേശുവിടെ തിരുമുഖത്തേക്ക് നോക്കി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഒന്നിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവഭയം വീണ്ടെടുക്കുവാൻ കർത്താവേ കൃപ നൽകണമേ. കൃപ നൽകണമേ. ഞങ്ങൾ അയോഗ്യരാണ്. ഞങ്ങൾ അവിശ്വസ്തരാണ്. ഞങ്ങൾ അശുദ്ധിയുള്ളവരാണ്. ഞങ്ങൾ അനുസരണക്കേടുള്ളവരാണ്. ഞങ്ങൾ അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. അനാദരവോടെ പെരുമാറിയിട്ടുണ്ട്. കർത്താവേ, കരുണ ചൊരിയണമേ. കരുണ കാണിക്കണമേ. ദൈവഭയത്തിന്റെ
ആത്മാവിനെ ദൈവഭയത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. സഭയിലേക്ക് വർഷിക്കണമേ. സഭയിലേക്ക് വർഷിക്കണമേ. സഭ മുഴുവനിലും സഭ മുഴുവനിലും ദൈവഭയത്തിന്റെ ആത്മാവ് ദൈവഭയത്തിന്റെ ആത്മാവ് കത്തിപ്പടരട്ടെ. കത്തിപ്പടരട്ടെ. സഭയുടെ കുടുംബങ്ങളിൽ, സഭയുടെ കുടുംബങ്ങളിൽ, സഭയുടെ കൂട്ടായ്മകളിൽ, സഭയുടെ കൂട്ടായ്മകളിൽ, സഭയുടെ സമർപ്പിത സമൂഹങ്ങളിൽ സഭയുടെ സമർപ്പിത സമൂഹങ്ങളിൽ ദൈവഭയത്തിന്റെ ആത്മാവ് നിറയട്ടെ. ദൈവഭയത്തിന്റെ ആത്മാവ് നിറയട്ടെ. ദൈവഭയത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ദൈവഭയത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ മറുതിന്റെ കരങ്ങളും ഉയർത്തി ഒന്നിച്ച് വിളിക്കുന്നു ഈശോയെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹൃദയം നിറങ്ങി വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുക. ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുക. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിലവിളിക്കുക. ഈ ലോകത്തിന് വേണ്ടി നിലവിളിക്കുക. കർത്താവേ, കരുണ ചൊരിയണമേ, കരുണ കാണിക്കണമേ, ദൈവഭയം നൽകണമേ, ദൈവവിചാരം നൽകണമേ. കർത്താവേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോ, ഈശോ, ഈശോ. കൃപ വേണം, കൃപ വേണം, കൃപ വേണം കർത്താവേ. കൃപ വേണം കർത്താവേ. കൃപ വേണം അപ്പാ. കൃപ നൽകണമേ, കൃപ ചൊരിയണമേ, കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ നവമായ അഭിഷേകം അനേകം കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു, അനേകം ദേശങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു. വിശ്വസിക്കുക മക്കളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. സഹോദരി സഹോദരങ്ങളെ, വിശ്വസിക്കുക. ഇത് ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. അവിടത്തേക്കൊന്നും അസാധ്യമല്ല, അവിടത്തേക്കൊന്നും അസാധ്യമല്ല. വിശ്വസിക്കുക. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, നിന്റെ മക്കളെ അഭിഷേകം ചെയ്യുവാൻ, ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ, സഭയെ ശക്തീകരിക്കാൻ കഴിയുന്നവനാണ് ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. കർത്താവിന്റെ തിരുമുൻപിൽ കരങ്ങൾ തുറന്നു പിടിച്ച് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. ഈ മക്കൾക്ക് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. ഈ മക്കൾക്ക് കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ ഈശോയേ. കൃപയുടെ ഉറവിടമേ. ആമേൻ, ആമേൻ, ആമേൻ കർത്താവേ. കൃപയുടെ ഉടയവനേ ഈശോയെ നോക്കി. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. ഈ മക്കൾക്ക് ആഗ്രഹത്തോടെന്ന് പറഞ്ഞേ. കൃപ വേണമപ്പ, ഈശോയേ, കൃപ വേണമപ്പ, ഞങ്ങളുടെ രാജാവേ, കൃപ വേണമപ്പ. ഞങ്ങളുടെ പൊന്നു കർത്താവേ, ദൈവഭയത്തിന് ആത്മാവിനെ നൽകണമേ. ദൈവഭയത്തോടെ ജീവിക്കാൻ കൃപ നൽകണമേ. കൃപ വേണമപ്പ. ഈ മക്കൾക്ക് പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ഈ കാലഘട്ടത്തെ നോക്കി പറയാണ്, അവർക്ക് ദൈവഭയമില്ല, അവർക്ക് ദൈവഭയമില്ല. നമ്മൾ അനുദപിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ തലമുറയെ ദൈവഭയത്തിൻ്റെ ആത്മാവിൽ വീണ്ടെടുക്കപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിജോച്ച് നമ്മുടെ കൂടെയുണ്ട്. അച്ഛൻ സഭയുടെ പ്രതിനിധിയാണ്. കർത്താവിൻ്റെ സഭയോട് ചേർന്ന് അഭിമന്യ പിതാക്കന്മാരോടും വന്യവൈദികരോടും ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആ പൗരോഹിത്യ കൂട്ടായ്മയിലാണ് സഹോദരങ്ങളെ. നമ്മുടെ സഭ എന്തുമാത്രം സമ്പന്നമാണ്. സഭയുടെ സമ്പന്നതകളോട് ചേർന്ന്, നമ്മുടെ വിശുദ്ധരുടെ സുഹൃതഫലങ്ങളുടെ യോഗ്യതകളോട് ചേർന്ന്, പരിശുദ്ധ അമ്മയുടെ വിശ്വാസ പിതാവിൻ്റെയും മധ്യസ്ഥ ശക്തിയോട് ചേർന്ന്, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ശ്ലൈഹിക അഭിഷേകത്തോട് ചേർന്ന്, നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ പ്രേക്ഷിത ചൈതന്യത്തോട് ചേർന്ന് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറ വീണ്ടെടുക്കപ്പെടുവാൻ നമ്മൾ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവനിഷേധവും ദൈവദൂഷണവും സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ദൈവനിന്ദകരും
തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാർ അനുസരിക്കാത്തവരും അവിശ്വസ്തരും കൊലപാതകികളും വ്യഭിചാരികളും സ്വവർഗഭോഗികളും എന്നു വേണ്ട, ഈ കാലഘട്ടം സകലവിധ പാപം മ്ലേച്ഛതയാൽ മലിനപ്പെട്ടു പോയിരിക്കുന്നു. ദൈവഭയത്തിന്റെ ആത്മാവ് നമ്മളെ വിട്ടകന്നു പോയി. സഹോദരങ്ങളെ, കണ്ണുനീരോടെ കർത്താവിന്റെ മുമ്പിൽ നിലവിളിക്ക്, കർത്താവേ, നഷ്ടപ്പെട്ടു പോയ ദൈവഭയം ഞങ്ങൾക്ക് തിരിച്ചു നൽകണമേ. നഷ്ടപ്പെട്ടു പോയ ദൈവഭയത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. പാപകരമായ നിയമങ്ങൾ ലോകരാജ്യങ്ങളിൽ പാസ്സാകുന്നു. എത്രയോ ക്രൈസ്തവ രാജ്യങ്ങളിൽ, കത്തോലിക്ക രാജ്യങ്ങളിൽ അബോർഷൻ നിയമമാക്കുന്നു, സ്വവർഗ വിവാഹം നിയമങ്ങളാക്കുന്നു, ദയാവധം നിയമമാക്കുന്നു. അതുപോലെ ഇതുപോലെ പൈശാചിക നിയമങ്ങൾ ഇന്ന് രാജ്യങ്ങളിൽ പാസ്സാക്കിക്കൊണ്ടിരിക്കുക. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവഭയം നഷ്ടപ്പെട്ടു പോയ ലോകരാജ്യ തലവന്മാരെ, ഭരണകൂടങ്ങൾ, ഗവൺമെന്റുകൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, മാപ്പ് ചോദിക്കണം കർത്താവിന്റെ മുമ്പിൽ. കർത്താവെ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, കരുണ കാണിക്കണം കർത്താവേ, കരുണ കാണിക്കണം കർത്താവേ. ഈ തലമുറയോട് കരുണ കാണിക്കണമേ, ഈ കാലഘട്ടത്തോട് കരുണ കാണിക്കണമേ. നമ്മൾ 3 പ്രാവശ്യം സാധിക്കുന്നവരെ കരങ്ങൾ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറ വീണ്ടെടുക്കപ്പെടുവാൻ കണ്ണുനീരോടെ കരങ്ങൾ വിരിച്ച് കർത്താവിന്റെ കുരിശിലെ ആ രക്ഷാകര ബലിയോട് ചേർന്ന്, കർത്താവിന്റെ പാപപരിഹാര ബലിയോട് നമ്മുടെ സഹനങ്ങളെ ചേർത്ത് വെച്ച് ഈ തലമുറയ്ക്ക് വേണ്ടി, ഈ കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അപ്പാ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ. ദൈവഭയം നഷ്ടപ്പെട്ടു പോയ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അപ്പാ ഞങ്ങളുടെ ലോകം മുഴുവന്റെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ബഹുമാനപ്പെട്ട വന്യവൈദികരിലും ദൈവഭയത്തിന്റെ ആത്മാവ് നിറയപ്പെടുവാൻ, എല്ലാ സമർപ്പിതരിലും സന്യസ്തരിലും ദൈവഭയത്തിന്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുവാൻ, എല്ലാ ആത്മായ പ്രേക്ഷിതരിലും എല്ലാ കുടുംബസ്ഥരിലും സഭയുടെ യുവജനങ്ങളിൽ, സഭയുടെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് തീ പോലെ കത്തിപ്പടരുവാൻ ആഗ്രഹിച്ച് വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ വിരിച്ചു പിടിച്ച് ഒന്നിച്ചു പാടുന്നു. കർത്താവേ, കരുണ കാണിക്കണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അപ്പാ ഞങ്ങളുടെ ലോകം മുഴുവന്റെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഇരു കരങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന് ആവശ്യങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന്, ഈ തലമുറയ്ക്കും വേണ്ടി ഒരിക്കൽ കൂടെ കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് സ്വരമുയർത്തി വിളിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് കൃപകൾ ഒഴുകട്ടെ, അഭിഷേകം പൊട്ടിപ്പുറപ്പെടട്ടെ, അതിസ്വാഭാവിക നന്മകൾ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, രാജ്യങ്ങളിലേക്ക് അത് വ്യാപരിക്കട്ടെ, ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ദേശാന്തരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, എല്ലാ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, സമർപ്പിത സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ.
ദൈവഭയം അറ്റുപോയ എല്ലാ ഇടങ്ങളിലേക്കും ദൈവഭയത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. ഈശോയെ, 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 ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ കുർബാന ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി 5 ദിനങ്ങൾ കൂടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. ഈ ശുശ്രൂഷ ഇനിയും അറിയാത്ത ഒത്തിരിയേറെ പേരുണ്ട്. നിങ്ങൾ അനേകരോട് പറയണം. ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യതയുള്ളൊരു ശുശ്രൂഷയാണ് സ്വർഗം സമ്മാനിച്ചിരിക്കുന്നത്. നമ്മൾ ആരും നഷ്ടപ്പെടുത്തി കളയരുതേ. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധാത്മാവ് തരുന്ന ഓരോ വചനവും നമ്മുടെ ആത്മരക്ഷയ്ക്കും ഈ തലമുറയുടെ ആത്മരക്ഷയ്ക്കുമായിട്ട് നമുക്ക് സ്വന്തമാക്കാം. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, അനേകരോട് പറയണം. നമ്മൾ അയക്കുന്ന ലിങ്കുകളൊക്കെ അനേകർക്ക് അയച്ചു കൊടുക്കുക. വാട്സപ്പിലൂടെയൊക്കെ അനേകർക്ക് മെസ്സേജുകൾ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബിൽ കാണാൻ പറ്റാത്തവർക്ക് ആ ലിങ്കുണ്ട്, അതിൽ അവരെ കാണുവാനായിട്ട് അവരെ ക്ഷണിക്കുക. ഒപ്പം നിങ്ങൾ സെക്കൻഡ് ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ വാർത്തകളിലെ ആ സത്യസന്ധമായ കാര്യങ്ങൾ നിർഭയം പൊതുസമൂഹത്തിൽ നമ്മൾ വിളിച്ചു പറയുമ്പോൾ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ഞെരുക്കങ്ങളും കഷ്ടതകളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. സ്വാഭാവികമാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ്, നിങ്ങൾ നൽകുന്ന സഹകരണവും സ്നേഹവും പ്രോത്സാഹനവുമാണ് ഈ മാധ്യമ ശുശ്രൂഷയുടെ വളർച്ചയും നിലനിൽപ്പും. ഈശോയെ പ്രതി, അവിടുത്തെ സഭയെ പ്രതി നിങ്ങൾ സ്നേഹിക്കണം. ഇത് നമ്മുടെ ചാനലാണ്. നമ്മൾ കരുതണം. പറ്റുന്നതുപോലെ സാമ്പത്തികമായി സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. അനേകരോട് നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷ പങ്കുവെക്കണം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുട്ടുകുത്തി നിന്ന് ഭയഭക്തി ആദരവോടെ ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ. എല്ലാ ആത്മാക്കളിലേക്കും ദൈവഭയത്തിന്റെ അരൂപിയെ വർഷിക്കണമേ. സഭ മുഴുവനിലും ദൈവഭയത്തിന്റെ ആത്മാവ് നിറയട്ടെ. എല്ലാ കുടുംബങ്ങളിലും ദൈവഭയത്തിന്റെ ആത്മാവ് നിറയട്ടെ. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ദൈവഭയത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന സ്നേഹത്തിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. ഈ മാധ്യമ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. എല്ലാ നിയോഗങ്ങളെ ആശീർവദിക്കണമേ. Bless Lord. Anoint Lord. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.